ഞാൻ ആദ്യം അഭിനയിക്കുന്ന സീരിയലല്ല കാര്യങ്ങൾ കൊച്ചുണ്ണി. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഒരു ടെലിപ്ലേ ചെയ്തിരുന്നു, ഒരു ചിൽഡ്രൻസ് ഫിലിം ചെയ്തിരുന്നു. കൃത്യമായ ഇടവേളകളിൽ സിനിമ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ തേടി വന്നിരുന്നു. അതാണ് സംഭവിച്ചത്. ഞാനിതിൽ നമ്മൾ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യരുത് എന്നുള്ളതാണ് സിനിമയെപ്പറ്റി പറയുന്ന വലിയ വലിയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യരുത് എന്നുള്ളത്. ഈ കൃത്യമായ ഇടവേളകളിൽ വന്ന കാര്യങ്ങളെ ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബുദ്ധിപരമായിട്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഈ ചോട്ടാമ്പേ റിലീസായിട്ടാണ് ഇരിക്കുന്നത്. ഈ സൈനുവിൻ്റെ സ്വഭാവം എനിക്ക് വലിയ പ്ലാനിങ്ങുകളോ ജീവിതത്തെക്കുറിച്ച് വലിയ പ്ലാനിങ് ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു പാഷനേറ്റ് ആക്ടർ ആവണം എന്ന രീതിയിൽ നടന്ന ആളുമല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ജോലി മസ്റ്റായിട്ട് എന്തെങ്കിലും വേണം. എനിക്ക് മുമ്പ് 2 ചേച്ചിമാരാണ്, കുടുംബത്തിൻ്റെ ബാധ്യതകളൊക്കെ എന്നിലാണ്. അപ്പോൾ എൻ്റെ പ്ലാനിങ് തന്നെ എങ്ങനെയും പെട്ടെന്ന് വെളിയിൽ എവിടെയെങ്കിലും, കാരണം എൻ്റെ അങ്കിളൊക്കെ ഖത്തറിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അവിടെയെങ്കിലും പോയി ഈ കുടുംബം നോക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാനിങ്. ആ പ്ലാൻ ചെയ്തിരുന്ന ആളാണ് സിനിമയിലോട്ട് വന്നത്. അവിടെ വന്നിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചൊരു അത്ഭുത ലോകത്താണ്. അവിടെ ഒന്നും എനിക്ക് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പക്ഷേ എനിക്ക് കിട്ടുന്ന സിനിമകൾ മാക്സിമം എഫേർട്ട് ഞാൻ നന്നായി ചെയ്യാൻ നോക്കി. അതാണ് നേരത്തെ പറഞ്ഞ 8 എപ്പിസോഡ് 250 എപ്പിസോഡായി മാറിയത്. വീണ് കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ ഷൂട്ടിംഗ് മുടക്കിയിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് സിനിമ നൽകിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഈ ഗ്യാപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്.